ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 39 ഗോകുലയാത്രാ വർണ്ണനം. ശ്ലോകം 5. തതോ ഭവതുപാസകോ ഝടിതി മൃത്യുപാശാദിവ പ്രമുച്യ തരസൈവ സാ സമധിരൂഢരൂപാന്തരാ അധസ്ഥലമജഗ്മുഷി വികസദഷ്ടബാഹുസ്ഫുരന്മഹായുധമഹോ ഗതാ കില വിഹായ സാദിദ്യുതേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. തതോ ഭവതുപാസകോ. തഥ കംസന്റെ പിടിയിൽ നിന്നും, ഭവതുപാസക അങ്ങയെ ഭജിക്കുന്ന ഭക്തൻ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഝടിതി വേഗം. ച എന്നുള്ള അക്ഷരം ഛഷം എന്നൊക്കെ ഉള്ളതിലത്തെ ച എന്നാണ് ഊന്നി പറയണത്. മൃത്യുപാശാത് ഇവ. മൃത്യുപാശാദിവ മൃത്യുപാശത്തിൽ നിന്നെന്ന വണ്ണം. പ്രമുച്യ വിമോചനം നേടിയിട്ട്. തരസ ഏവ തരസൈവ വേഗം തന്നെ. സ ആ കന്യക. സമധിരൂഢരൂപാന്തര. സമധി എന്നുള്ളതിൻ്റെ ധീന്ന് നന്നായിട്ട് ഊന്നി പറയണം. സമധിരൂഢ ട ഠ ഡ ഠ ഠ എന്നാണത്. നന്നായിട്ട് ഊന്നി പറയണം. സമധിരൂഢരൂപാന്തര മറ്റൊരു രൂപം ധരിച്ചവളായി. അധസ്ഥലം താഴോട്ട്. അധസ്ഥലം എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. അധസ്ഥലമജഗ്മുഷി. അജഗ്മുഷി പോകാത്തവളായി. വികസത് അഷ്ടബാഹുസ്ഫുരൻ മഹായുധം. വികസദഷ്ട. ഷ്ട എന്നുള്ളത് ഷാട്ട എന്നാണ്, ഒട്ടും മൂന്നണ്ട. സ്ഫുരൻ മഹായുധം. സ്ഫു എന്നുള്ള ഫ എന്നുള്ളത് ഊന്നി പറയാനുള്ളതാണത്. പാഫ രണ്ടാമത്തെ ഫ എന്നാണ്, ഫ എന്നാവരുത്, സ്ഫുരൻ എന്നാണ്. മഹായുധം ധം എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ധ എന്നുള്ള അക്ഷരം. 8 കൈയിലും ശോഭിക്കുന്ന മഹായുധങ്ങളോടുകൂടി. വിഹായസാഗത ആകാശത്തിലൂടെ ഗമിച്ചവളായി. ദിദ്യുതേ കില ശോഭിച്ചു. അഹോ ആശ്ചര്യം. അധസ്ഥലമജഗ്മുഷി വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോ ഗതാ കില വിഹായ സാ ദിദ്യുതേ. തതോ ഭവതുപാസകോ ഝടിതി മൃത്യുപാശാദിവ പ്രമുച്യ തരസൈവ സാ സമധിരൂഢരൂപാന്തരാ അധസ്ഥലമജഗ്മുഷി വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോ ഗതാ കില വിഹായ സാദിദ്യുതേ. അടുത്തത് 6ാമത്തെ ശ്ലോകം. നൃശംസതരകംസ തേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തകഃ ക്വചന ചിന്ത്യതാം തേ ഹിതം. ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യ തം ജഗ്മുഷി മരുദ്ഗണപണായിതാ ഭുവി ച മന്ദിരാണ്യേയുഷി. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. നൃശംസതര കംസ. അതിനിഷ്ഠുരനായ കംസ. തേ നിനക്ക്. മയാ എന്നാൽ. വിനിഷ്പിഷ്ടയ അടിച്ചു പൊടിക്കപ്പെട്ട. ബഭൂവ ഉണ്ടായിട്ടുണ്ട്. ബഭൂവ എന്നുള്ളതിൻ്റെ ഭൂന്ന് നന്നായിട്ട് ഊന്നി പറയണം. ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഭവദന്തക അവിടെ വിസർഗം, അപ്പോൾ വിസർഗം ചൊല്ലണം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ക്വചന എവിടെയോ. ഭവദന്തക നിന്റെ അന്തകൻ. ക്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ചിന്ത്യതാം ചിന്തിച്ചാലും.
തേ ഹിതം നിനക്ക് ഹിതമായിട്ടുള്ളത്. ഇതി എന്നിപ്രകാരം ത്വദനുജ അങ്ങയുടെ അനുജത്തിയായ ആ ദേവി വിഭോ നാഥ തം ഖലം ആ ദുഷ്ടനായ കംസനോട്. വിഭോ എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഖലമുദീര്യ എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഉദീര്യ പറഞ്ഞിട്ട് തം ജഗ്മുഷി ജഗ്മുഷി തൻ്റെ സ്ഥാനത്തേക്ക് പോയി. മരുദ്ഗണപണായിത ദേവസമൂഹത്താൽ പ്രശംസിക്കപ്പെട്ടവളായി. ഭുവി ച ലോകത്തിലും. മന്ദിരാണി യേയുഷി മന്ദിരാണ്യേയുഷി മന്ദിരാണി ഗൃഹങ്ങളെ ഏയുഷി പ്രാപിച്ചു. നൃശംസതര കംസ തേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തകഃ ക്വചന ചിന്ത്യതാം തേ ഹിതം. ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യ തം ജഗ്മുഷി മരുദ്ഗണപണായിതാ ഭുവി ച മന്ദിരാണ്യേയുഷി. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.